ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെ കുറിച്ച് ചില വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് അതിൻ്റെ 3-ാം വാക്യമാണ്. അത് ഇപ്രകാരമാണ്: എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അത് എന്നെ നീതിപാതകളിൽ യഥാസ്ഥാനപ്പെടുത്തുന്നു എന്ന ആശയം അതിലുണ്ട്. അങ്ങനെയുള്ള ചില തർജ്ജമകളും ഉണ്ട് താൻ. അപ്പോൾ ഇവിടെ കർത്താവ് തൻ്റെ ജനത്തെ തെറ്റിപ്പോകുന്ന അവസ്ഥയിലും ഏത് നിലയിലാണ് തിരികെ കൊണ്ടുവന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നത് എന്ന് കാണുവാൻ കഴിയും. ഇവിടെ ഈ വായിച്ച ഇതിനോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ചില ശിഷ്യന്മാർ അവനെ വിട്ട് പിന്തിരിഞ്ഞു പോയതായിട്ടുള്ള രംഗം കാണുന്നുണ്ട്. 11 പേരിൽ 12 പേരിൽ 7 പേരും തിരിഞ്ഞു പോയതായിട്ട് 11 പേരിൽ 7 പേരും തിരിഞ്ഞു പോയതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അത്ര കാലം അവനോടുകൂടെ നടന്ന് അവരിൽ നിന്ന് നന്മ അനുഭവിച്ചിട്ട് ചില സംശയത്തിൻ്റെ വെളിച്ചത്തിൽ, അതും അവരുടെ വിശ്വാസത്തിൻ്റെ കുറവ് മൂലം പിന്തിരിഞ്ഞു പോയതാണ്. എന്നാൽ അങ്ങനെ പോയവർ പോകട്ടെ എന്ന് കർത്താവ് ചിന്തിച്ചില്ല. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് പുറകിൽ പോകുന്നതായിട്ട് കാണുന്നു. അവർ പിന്തിരിഞ്ഞ് ഇനി കർത്താവിൻ്റെ പേര് പറഞ്ഞ്, കർത്താവ് അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. കർത്താവ് ക്രൂശിക്കപ്പെട്ട ശേഷം എന്നാൽ പലപ്പോഴും അവർക്ക് പ്രത്യക്ഷനായി, എന്നാൽ പോലും മുൻപത്തെ പോലെ അവരോടുകൂടെ എപ്പോഴും ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവർ അവരുടെ പഴയ പണികളിലേക്ക് തിരിച്ചു പോയതാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ അവർ പോകട്ടെ എന്ന് വിചാരിച്ച് കൈവിടാതെ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് എടുത്തതായിട്ടുള്ള ആ നടപടി അത് അനുഗ്രഹീതമായതാണ് എന്ന് കാണുവാൻ കഴിയും. ഇവിടെ കർത്താവ് എന്താണ് ചെയ്യുന്നത്? അവർ അവരുടെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിനാണ് പോയത്. അവർ ആ രാത്രി മുഴുവൻ അവർ മീൻ പിടിക്കുവാനായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവും അവരുടെ പുറകെ ചെന്നു അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ തന്നോടൊപ്പം ചേർക്കുവാനുള്ള അവസരം കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ രാത്രി മുഴുവൻ അധ്വാനിക്കുമ്പോൾ അത്രയും സമയം രാത്രി മുഴുവനും കർത്താവ് അവിടെ കാത്തിരിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 4-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. അവിടെ പറയുന്നത്, വെളിച്ചമാകുന്നതിന് മുൻപേ പുലരാൻ കാലത്ത് കർത്താവ് കരയിൽ നിൽപ്പുണ്ടായിരുന്നു എന്നാണ്. ആ സമയത്ത് കർത്താവ് അവിടെ വന്നു എന്നല്ല, ആ സമയത്തും കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ന്യായമായിട്ടും മനസ്സിലാക്കാം, തൻ്റെ ശിഷ്യന്മാർ തന്നെ വിട്ട് ആ കടലിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നിഷ്ഫലരായിട്ട് അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ചു വരുമ്പോൾ അവരെ കൂടെ ചേർക്കണം എന്നുള്ളതായിട്ടുള്ള
ആ താല്പര്യത്തോടുകൂടെ അവൻ ആ രാത്രി മുഴുവൻ അവിടെ നിന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അവർ ഒന്നും കിട്ടാത്തവരായിട്ട് തിരിച്ചു വന്നു. ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം. നാം ചെറിയ നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയാൽ, വിശ്വാസം വിട്ട് പിന്തിരിഞ്ഞു പോയാൽ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ഇവർ കർത്താവിനെ വിട്ട് ഇവർ പരിചയിച്ച മാർഗത്തിൽ കൂടെ മീൻ പിടിക്കുവാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നുപോലും കിട്ടിയില്ല. അതുകൊണ്ട് കർത്താവിനെ കൂടാതെ, കർത്താവിൽ നിന്ന് അകന്നു പോയിട്ട്, കർത്താവിനെ ഉപേക്ഷിച്ച് പോയിട്ട്, കർത്താവിൻ്റെ വചനം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ നമുക്ക് സാധിക്കില്ലെന്നുള്ളത് നാം മനസ്സിലാക്കണം. അങ്ങനെ ആരെങ്കിലും ഇന്ന് ആ സംഘർഷം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക. ഇവിടെ കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തിയതായിട്ടുള്ള കാര്യം നമുക്കറിയാം എങ്ങനെയാണെന്ന്. ഞാൻ ആ സുവിശേഷത്തിലേക്ക് തിരിയുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. വാക്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു പോകാം. അവർ തിരികെ വന്നു. അവരോട് ചോദിച്ചു, വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. സാധാരണ നിലയിൽ നാം ഒക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നാം ശകാരിക്കും, വളരെ ശകാര വാക്കുകൾ നാം ഉച്ചരിക്കും. അവരോട് പറയും, നിങ്ങളിപ്പോൾ പോയിട്ട് എന്തായി, നീ പൊയ്ക്കോ, നോക്കിക്കോ, വേറെ രാത്രി വന്നൊന്ന് പരിശ്രമിച്ചു കൊള്ളുക എന്ന് തുടങ്ങി ശാസനയുടെ വാക്കുകളായിരിക്കും നാം പറയുക. കർത്താവ് ഒന്നും പറഞ്ഞില്ല. അവരോട് പറഞ്ഞു, വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. വരുവിൻ, പ്രാതൽ കഴിപ്പിൻ എന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ അവർ അവിടെ കിടന്ന് ഒന്നും കിട്ടാതെ അധ്വാനിക്കുന്ന സമയത്ത് അവർ തിരിച്ചു വരുമ്പോൾ അവർ ക്ഷീണിതരാകും, അവർക്ക് വിശപ്പുണ്ടാകും, അവർ വിഷമിക്കും എന്നൊക്കെ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് വന്നുടനെ അവർക്ക് ആഹാരം കൊടുക്കുവാനുള്ള കാര്യങ്ങൾ കർത്താവ് ആ കടൽ തീരത്തിൽ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുമാത്രം സ്നേഹനിധിയായ കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവരോട് കർത്താവ് ഇടപെടുന്നത്. കർത്താവ് പറഞ്ഞതനുസരിച്ച് വല വീശി പെരുത്ത് മീൻ കിട്ടിയതായിട്ട് കാണുന്നു. അതിനെ തുടർന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തത്തക്കവണ്ണം വളരെ സൗമ്യതയോടെ കർത്താവ് ഇടപെടുന്ന കാര്യം കാണുന്നു. ശാസനയുടെ വാക്കുകൾ അവിടെ കാണുന്നില്ല, സൗമ്യതയുടെ വാക്കുകൾ മാത്രം. എത്രമാത്രം സ്നേഹനിധിയാണ്. അവരോട് 3 പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ഇവയേക്കാൾ അധികം സ്നേഹിക്കുന്നുവോ എന്ന്. ആദ്യത്തെ 2 പ്രാവശ്യം കർത്താവ് ഉപയോഗിച്ച പദം ഗ്രീക്ക് അറിയാവുന്നവർ പറയുന്നത് അഗപ്പെ എന്നുള്ള വാക്കാണ് സ്നേഹത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന്. അഗപ്പെ എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത സ്നേഹം, അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് മാത്രം ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള സ്നേഹം, അതാണ് അഗപ്പെ സ്നേഹം. അതുണ്ടോ എന്നാണ് അവരോട് ചോദിച്ചത്. അപ്പോൾ പത്രോസ് മറുപടി പറഞ്ഞപ്പോൾ, നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച വാക്ക് ഫീലിയോ എന്നുള്ള വാക്കാണ്. അത് സാധാരണ സ്നേഹത്തെ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ നിനക്ക് അകപ്പെ സ്നേഹമുണ്ടോ, അകമഴിഞ്ഞതായിട്ടുള്ള സ്നേഹം എന്നോടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാധാരണ സ്നേഹമുണ്ടെന്നാണ് മറുപടി. അപ്പോൾ 3-ാം പ്രാവശ്യം കർത്താവ് നീ എന്നെ സ്നേഹിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ
ഫീലിയോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം അതെങ്കിലും നിനക്കുണ്ടോ എന്നാണ്. ഒരു സാധാരണ സ്നേഹമെങ്കിലും നിനക്ക് എന്നോടുണ്ടോ എന്ന് മൂന്നാമത് ചോദിച്ചു. ആ ചോദിച്ചപ്പോൾ പത്രോസിന് കുറ്റബോധമുണ്ടായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ സകലവും അറിയുന്നു. അവൻ്റെ ഹൃദയം തുറന്നു. അവൻ്റെ പരാജയം സമ്മതിച്ചു. അവരെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിച്ചു. ആ നിലയിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തിയതായിട്ട് കാണുന്നു. എന്നിട്ടാണ് അവനോട് എൻ്റെ ആളുകളെ മേയിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മോടുള്ള ബന്ധത്തിലും ഈ നിലയിൽ ഉള്ള സമീപനമാണ് കർത്താവ് എടുക്കുന്നത്. അത് നാം മനസ്സിലാക്കണം. അവൻ നമ്മെ സ്നേഹിക്കുന്നവനാണ്. നാം അവനെ വിട്ടുപോയാലും നമ്മെ തേടി വരുന്നവനാണ്. യാക്കോബിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, എത്രയോ പ്രാവശ്യം അവൻ കർത്താവിൻ്റെ വാക്കുകൾ തെറ്റിച്ചവനാണ്. അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചവനാണ്. അവൻ്റെ സ്വന്തം ഈ കൗശല മനോഭാവം അവൻ ചെലുത്തിയവനാണ്. പക്ഷേ പിന്നെയും പിന്നെയും കർത്താവ് അവൻ്റെ പുറകെ, യാക്കോബേ, യാക്കോബേ, നിൻ്റെ ഇടമിതല്ല, നീ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, നീ ഇവിടെയല്ല വരേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. നമ്മോടുള്ള ബന്ധത്തിലും അത് തന്നെയാണ് കർത്താവ് ചെയ്യുന്നത്. നാം തെറ്റിപ്പോകുമ്പോഴും നമ്മോടൊപ്പം വന്ന് നമ്മുടെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് അവനോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹനിധിയാണ് കർത്താവ്. അവനെ വേദനിപ്പിക്കുവാൻ നമുക്കിടവരാതിരിക്കട്ടെ. അവനെ സ്നേഹിച്ച് അവന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.